ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരെ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തിട്ട് അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതും റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള 2 എക്സസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫെമറൽ മസാജിനെയും അതുപോലെ എയ്റ്റ് വാക്കിങ്ങിനെയും പറ്റിയിട്ടാണ്. നമ്മുടെ ചാനലിൽ പ്രഗ്നൻസി ഫോളോ ചെയ്യുന്നവർ പലരും തന്നെ എയ്റ്റ് വാക്കിങ്ങും ഫെമറൽ മസാജും ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഒരു 5 ഇയേഴ്സോളം ആയിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടായിട്ടില്ല, ബോത്ത് ഹസ്ബൻഡിനും വൈഫിനും. പക്ഷേ അതിനുശേഷം അവർ പ്രഗ്നൻ്റ് ആകാതിരുന്നപ്പോഴേക്കും നമ്മുടെ ചാനൽ ഇതുപോലെ ഫോളോ ചെയ്തിട്ട് ഫെമറൽ മസാജും അതുപോലെ എയ്റ്റ് വാക്കിങ്ങും ആണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫോളോ ചെയ്തതിന് ശേഷം അവർ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു ഹാപ്പി ന്യൂസ് നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം എല്ലാവരും ചോദിച്ചു ഈ ഫെമറൽ മസാജിനും എയ്റ്റ് വാക്കിങ്ങും ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലർക്കും അറിയില്ല ഈ ഫോർട്ടിലിറ്റി എക്സസൈസ് എന്തിനാണ് ചെയ്യുന്നത് എന്നറിയില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾ എന്തെല്ലാം എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിലവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതും റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള 2 എക്സസൈസാണ് ഫെമറൽ മസാജും അതുപോലെ തന്നെ എയ്റ്റ് വാക്കിങ്ങും. ഇവിടെ നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്നത് എയ്റ്റ് വാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. എയ്റ്റ് വാക്കിംഗ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 2 ഒബ്ജക്റ്റ്, നമ്മളിപ്പോൾ ഒരു റൂമിലായിക്കോട്ടെ 2 ഒബ്ജക്റ്റ് നമ്മളെടുത്ത് നടുക്കങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഒരു 8 ഷേപ്പിൽ നമ്മൾ അങ്ങോട്ട് വാക്ക് ചെയ്യുക. ഈ ഷേപ്പിൽ നമ്മൾ അങ്ങോട്ട് വാക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലൊന്ന് 8 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു സൈഡ് ഒരു കേവ് പോലെയുണ്ട്, പിന്നെ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴേക്കും നോർമലായിട്ടല്ല നടക്കുന്നത്, ഒരു വളവ് നമ്മൾ നടക്കുന്നതിൽ അവിടെ ഉണ്ടാകും. ഈ വളവ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുമ്പോഴേക്കും ഇതുമൂലം നമ്മുടെ പെൽവിക് ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. പെൽവിക് ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർക്കുലേഷൻ നമുക്ക് കൂടുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലോട്ടും ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിനും ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നതിനും, ഇനി നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് വാക്കിംഗ് ചെയ്യുന്നതെങ്കിൽ, ഈ എയ്റ്റ് വാക്കിംഗ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരഭാഗത്തോട്ടുള്ള യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും എൻഡോമെട്രിയം ലൈനിങ് തിക്കൺ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ നല്ല തരത്തിലുള്ള ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വിറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിയിട്ടുള്ളതെല്ലാം നമ്മുടെ ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലോട്ട് കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ എയ്റ്റ് വാക്കിംഗ് എന്നുള്ളത് എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ എയ്റ്റ് വാക്കിങ്ങിന് ലൈവ് ഡെമോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, അത് ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഫെമറൽ മസാജ്. ഈ ഫെമറൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഫെമറൽ ആർട്ടറിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ ഫെമറൽ മസാജ്. മാക്സിമം നമ്മളൊരു 40 സെക്കൻഡ്സ് ആണ് ഈ ഒരു ഫെമറൽ മസാജ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തിൽ 3 നേരം നിങ്ങൾക്ക് ഈ ഫെമറൽ മസാജ് ചെയ്യാവുന്നതാണ്. പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഫെമറൽ മസാജ് ഒരിക്കലും 40 സെക്കൻഡ്സ് ഒന്നും ചെയ്യരുത്. ഒരു 50, 20, 25 അങ്ങനെ കൂട്ടി നമ്മളെ ബോഡി ഒന്ന് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം നിങ്ങളൊരു 40 സെക്കൻഡ്സ് ഇത് ചെയ്യുക കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 തവണ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഓർഗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത്, നമ്മുടെ ആ ഒരു യോനിയുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, അതിന് മുൻപായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിൻ്റെ സ്കിൻ ഓപ്പണിങ്ങിന് മുൻപായിട്ടാണ് നമ്മുടെ അടിവയറിൻ്റെ കീഴ്പോട്ടുള്ളൊരു ഭാഗത്ത് ഒരു പ്രഷർ കൊടുത്തിട്ടാണ്, ആ ഒരു അടിവയറിൻ്റെ കീഴ്പോട്ടുള്ള ഭാഗത്ത് ഒരു ഇടുക്കിൻ്റെ ഭാഗത്ത് ഒരു പ്രഷർ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ലൈവ് ഡെമോ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതിനുശേഷം നിങ്ങൾ ആ ഒരു ശ്രദ്ധിക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്പ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യരുത് കേട്ടോ. അതായത് നമ്മളിത് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ഇടുപ്പിൻ്റെ ഭാഗത്തിന് സൈഡിലായിട്ടുള്ള ഭാഗം നമ്മളൊരു പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫെമറൽ മസാജ് ഫെമറൽ ആർട്ടറിയിൽ തന്നെയാണ് നിങ്ങൾ പ്രഷർ കൊടുത്തത് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു മിടിപ്പ് കിട്ടും. നമ്മൾ പൾസ് റേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മിടിപ്പില്ലേ, ഈ ഒരു മിടിപ്പ് നമുക്ക് അവിടെ നിന്നും ലഭിക്കും. ആ ഒരു മിടിപ്പ് കിട്ടിയാൽ അതിനുശേഷം നിങ്ങൾക്ക് അടിവയർ ഭാഗത്ത് പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം അത് കൂട്ടി കൊടുക്കുക. ഒരു 15 ആക്കുക, 30 ആക്കുക, 40 എത്തിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ലെഫ്റ്റ് ഭാഗത്തും നിങ്ങളുടെ റൈറ്റ് ഭാഗത്തും കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഇത് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള 2 മസാജും അതുപോലെ എയ്റ്റ് വാക്കിങ്ങും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ പേര് ഫെമറൽ മസാജും അതുപോലെ എയ്റ്റ് വാക്കിംഗ് എന്നുമാണ്. ഒരുപാട് പേർക്ക് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.